ഇതെന്താന്നൊരു ഐഡിയ ഇല്ല. അടുത്ത് വന്ന ഓ ചോക്ലേറ്റ്സ് ആണ് വേദു. ചോക്ലേറ്റ്സ് അത് പോയി ആപ്പിൾ ജ്യൂസ് ചോദിച്ചേക്കില്ലേട്ടോ. കൊടുക്കണ്ടല്ലോ. KFC നടന്നു വരുന്നു. എല്ലാം ബാസ്കറ്റിനകത്ത് സ്വന്തമായിട്ട് കൊണ്ടുവരുക. തപ്പിപ്പിടിക്കുമല്ലോ ഓഫർ ഉള്ളത്. ഇത് പക്ഷെ മറ്റേ പറക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ, പ്രേതത്തിനെ പോലെ ഉണ്ട് കേട്ടോ. നൈസ് നോ? നല്ല കളറാണോ? ഫിറ്റ് ആവില്ലേ? ഇത് ഡാഡിക്കാ. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയാൽ മസ്റ്റ് ഡു എന്താ ആക്ടിവിറ്റി അല്ല, ബിഗസ്റ്റ് മോൾ വിസിറ്റ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മള് ലവീന എന്ന് പറഞ്ഞൊരു മോളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മഴ പെയ്താലും കുഴപ്പമില്ല. അപ്പൊ നേരെ നമുക്ക് അകത്തേക്ക് പോവാം. ഡാഡി വെളിയിൽ നിന്ന് കണ്ടിട്ട് വലിയ മോളാണോ ചെറിയ മോളാണോ? ഭയങ്കര വലിയ മോളാണ്. ഇതിന്റെ അകത്ത് കുറെ ഭയങ്കര വലുതാണ്. കുറെ സംഭവങ്ങളും ഉണ്ട് അകത്ത്. സോ എന്തൊക്കെയാന്ന് പോയി നോക്കാം. ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ പറയാ. എന്ത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും ഞാനായിരിക്കും മിക്കവാറും ഷോപ്പ് ചെയ്യുന്നത്. അതെ അതെ, ഇത് കൊള്ളാലോ. നോക്ക് ഇത് അനങ്ങുന്ന ടൈഗർ. ശരിക്കും എന്ത് റിയാലിറ്റി അല്ലേ? കണ്ട പേടിച്ചു. ദേ വേദ കണ്ട? ഞാൻ കണ്ടു. ആദ്യമായിട്ട് എങ്ങനത്തെ ടൈം കാണുന്നല്ലേ? ഇറങ്ങി പോന്നു. വെളി വെച്ചാൽ മതി, ഒരു സിംഹം വന്നിരിക്കുന്നു എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. ഡോഗിനെ പകരം ഇത് പറഞ്ഞാൽ വെച്ചാൽ മതി. ഒറ്റ ആളെടുക്കില്ല. നല്ല ഡാഡി. അത് സ്വിഗ്ഗിയുടെ ആൾക്കാർ കൂടെ വരില്ല. അതെ അതെ, ഭയങ്കര സെയിലാണ്. പക്ഷെ നമുക്ക് വേഗം പോയി കഴിക്കാം. എന്നിട്ട് വല്ലതും നോക്കാം. വേദ സമ്മതിക്കില്ല. വേഗം പോയി കഴിക്കാം. മണി 5 ആയില്ല. 5 കഴിച്ചിട്ടില്ല. ഡാഡിക്ക് വിശക്കുന്നില്ലേ? ഇതെന്താന്നൊരു ഐഡിയ ഇല്ല. അടുത്ത് വന്ന ഓ ചോക്ലേറ്റ്സ് ആണ് വേദു. ചോക്ലേറ്റ്സ് അത് അടിപൊളി. ഡാഡി എന്താന്ന് അറിയത്? ചോക്ലേറ്റ്സ് അത്. ആ, ഇങ്ങനെ ചോക്ലേറ്റ്സ് ഡെക്കറേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് വെറുതെ ആയിരിക്കും. അതെ, ഇത് നോക്ക് മോൾ. ഇതും ഭയങ്കര വലുതാണല്ലോ പ്രിയ. വലിയ മോൾ. ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. പക്ഷെ വേദന ഇപ്പൊ കാണിക്കില്ല. നമുക്ക് പോയി കഴിച്ചിട്ട് വരാം അതിന്. എന്നിട്ട് സമയം നോക്കിയിട്ട് കയറാം. ബാ, ഭയങ്കര വലിയ മോളല്ലേ അടി? ഭയങ്കര വലുതല്ലേ? ബാ, ഒരുപാട് ഏരിയ ഉണ്ട്. ബാ പ്രിയ ഇങ്ങോട്ട്. പ്രിയ അത് നോക്ക്. നോക്കിയപ്പോഴേ ആരും ഇത്രയും വലുത് പൊക്കിക്കൊണ്ട് വരുന്നെന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോഴും നോക്കട്ടെ. KFC നടന്നു വരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ലഞ്ച് KFC കഴിക്കാം. കൊറേ നാളായി. KFC നടന്നു വരുന്നു. നോക്കൂ, ആദ്യമായിട്ട് ഞാൻ നടന്നു വരുന്ന KFC-നെ കാണുന്ന പ്രിയ. അപ്പൊ എന്തായാലും പോയി ഇവിടുന്ന് തന്നെ കഴിക്കാം ഇന്ന്. ഫ്രഞ്ച് ഫ്രൈസ്. അതാ വേദു അതിന് പുറകെ നടക്കുന്നത്. വേദു ഫുഡ് നടക്കുന്ന ഫുഡാണോന്ന് തിരക്ക് നോക്ക്. എന്ത് റഷ്യാ നോക്ക്. ഇത്രയും ദൂരെ മോള്, ഒരുപാട് ദൂരെയാണ് ഈ മോള്. പക്ഷെ ഫുഡ് കോർട്ട് ഫുൾ. സ്ഥലം കിട്ടണം. KFC ഞാൻ കണ്ടു. എന്തായാലും KFC വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കും. ഫ്രണ്ട്സ് കഫേ ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ് സീരിയൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പോയി കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ് കഫേ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഫ്രണ്ട്സ് കഫേ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഫ്രണ്ട്സിന്റെ ഒരു ഒഫീഷ്യൽ കഫേ കാണുന്നത്. എനിക്കൊന്ന് അകത്ത് ശരിക്കും ഒരു ഫ്രണ്ട്സിന്റെ തീം തന്നെയാണ്. ആൻഡ് ജോയ് ഡസൻ ഷെയർ ഫുഡ് എല്ലാം അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിന്റെ. അപ്പൊ എനിക്കൊന്ന് അമേരിക്കൻ ക്യൂസീനൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് കഴിക്കുന്നില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ഷോ ഇൻ ദ വേൾഡ്, എന്റെ ജീവിതത്തിലുള്ള സീരീസ് ഫ്രണ്ട്സ് ആണ്. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമവും പിന്നെ അവരുടെ ഇപ്പൊ ഒരു റീയൂണിയൻ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ബ്യൂട്ടിഫുൾ കഫേ. ഭയങ്കര തിരക്ക് ഡാഡി. അതെ, ഇവിടെ KFC-യിൽ ആപ്പിൾ ജ്യൂസ് കിട്ടും ഡാഡി. KFC-യിൽ മോളിക്കകത്ത് കണ്ടാ പറയാ, KFC-യിലെ ആപ്പിൾ ജ്യൂസ് കിട്ടും ഡാഡിക്ക്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഡാഡി അല്ലേ? അതെന്താ നാട്ടിലത്തെ KFC-നോട് ചോദിക്കണം. പോയി ആപ്പിൾ ജ്യൂസ് ചോദിച്ചേക്കില്ലേട്ടോ. കൊടുക്കണ്ടല്ലോ. ചോദിച്ചേക്കല്ലേ. ഡാഡി വന്നു നാട്ടിലുണ്ടായി. ഡാഡിക്ക് അല്ലേ എല്ലാം? ഡാഡിക്ക് മാത്രം കൊടുക്കുന്ന ആപ്പിൾ ജ്യൂസ്. പ്രിയക്ക് കോഫി പറഞ്ഞേ. കോഫിയും KFC-യും ചെറി പൈ
ഹാപ്പി അല്ലേ? വേദു ഫുഡ് കഴിച്ചല്ലോ, ഇതിപ്പോ വെറുതെ സ്നാക്ക് കൊടുക്കുക. എന്നാ ഒരു കയ്യിൽ 2 കയ്യിലും കൂടെ പിടിച്ചു കഴിക്കണം അപ്പനെ പോലെ. എന്റെ ഉണ്ടോ ഡബിൾ പാറ്റി ചിക്കനൊക്കെ വെളി ചാടി നിൽക്കുന്നു പ്രിയ. വെളി ചാടി നിൽക്കുന്ന ചിക്കൻ. കാലും നല്ലത്, തവളയാ കാല് ചാടി കിടക്കാൻ. നല്ല സെസ്മിയുള്ള ബൺ, ചീസ്, പിക്കിൾസ്, ടൊമാറ്റോ എനിക്ക് ഇഷ്ടമല്ല. ടൊമാറ്റോ മേക്ക് ബർഗർ സോഗി. കുറച്ച് സോസും ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. ഈ വെളിയിലത്തെ ചിക്കൻ തന്നെ എന്തൊരു ടേസ്റ്റാ. ഞാൻ ഇവിടെ മെക്ഡോണൾഡ്സ്, ഞാൻ എല്ലാ രാജ്യത്തിൽ പോയാൽ മെക്ഡോണൾഡ്സ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചെയ്യാത്ത എന്താണെന്ന് അറിയോ? ഞാൻ കഴിച്ചു നോക്കി, ഇറ്റ് വാസ് സോ ബാഡ്. ലിറ്ററലി ലൈക്ക് ഈറ്റിംഗ് കാർഡ്ബോർഡ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു തവണ ഫുഡിൻ്റെ കൂടെ കാർഡ്ബോർഡ് അറിയാതെ കുറച്ച് കഴിച്ചു ആ കവറിൽ. അതുകൊണ്ട് ഐ നോ ഹൗ കാർഡ്ബോർഡ് ടേസ്റ്റ്. ഇവിടുത്തെ മെക്ഡോണൾഡ്സ് സോ ബാഡ്. സോ ഐ തോട്ട് ഒരു നെഗറ്റീവ് വ്ളോഗായിട്ട് ചെയ്യേണ്ട. പക്ഷെ ഒരു സജഷൻ ആയിട്ട് പറയാം, ഇവിടെ വന്ന മെക്ഡോണൾഡ്സ് ട്രൈ ചെയ്യേണ്ട. KFC is so much better. ബർഗർ കിങ് ഇതുവരെ കണ്ടുമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ മെക്ഡോണൾഡ്സ് വ്ളോഗ് ഇവിടെ ചെയ്യാത്തത്. നോക്ക്, ഒരാൾ ഇറങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? എന്താ അറിയോ? എങ്ങോട്ട് കമ്മോൺ? അവിടെ ഇതുണ്ട് മിനി സോയ്. അവിടെ ഫുള്ളി മാർബിളിന്റെ സാധനങ്ങളാ. എന്താ വേദു തന്നെ പോയിക്കോ, അപ്പൊ കാട് തരാം. തന്നെ പോയിക്കോ, അപ്പൊ കാട് തരാം. വരാം വരാം. പ്രിയ പോകുന്നുണ്ട്. പ്രിയ ഡാഡിനെ വിളിച്ചോണ്ട് ഞാൻ പോവാത്തോണ്ടത്. ഡാൻസ് ചെയ്തോണ്ടാ പോകുന്നത്. പാവം, അവൻ കഴിക്കുന്നതിന് മുന്നേ കണ്ടു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ പാപ്പം കഴിച്ചാ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഫുൾ കഴിച്ചല്ലോ. കഴിച്ചിട്ട് ഉടനെ മറക്കില്ല. അത് മറക്കില്ല. ഇപ്പൊ തന്നെ ഓർത്തല്ലോ. പ്രിയ ക്യാപ്പ് ഉണ്ട്, പക്ഷെ വെക്കുവോ? അവൻ വെച്ച് കാണിച്ചു വെച്ചോളൂ. വേദുവിനെ ക്യാപ്പ് കാണിച്ചു കൊടുക്കാം. വേദു ഒന്നും വെക്കാറില്ല പൊതുവെ. എന്ത് വേദു എന്നെ തപ്പി പിടിച്ച? വേദു ശാശ ക്യാപ്പ് വെക്ക്, തല വെക്ക്, നോക്കട്ടെ അപ്പ. ഓ വാ, വെക്ക്. എല്ലായിടത്തും ഇടുവാണോ ബാസ്കറ്റില്? അത് വേണ്ട, ക്യാപ്പ് വെച്ച മോൻ നോക്കട്ടെ അപ്പ, മാച്ചാണോ നോക്കട്ടെ. വേറെ വിചാരിച്ച സാധനം തന്നെ വേണം. അതൊന്നും വേണ്ട. ക്യാപ്പ് പിന്നെ വേദുവിന് വെച്ച് നടക്കാമല്ലോ. അതൊന്നും വേണ്ട, അത് വേണ്ടാന്ന്. ക്യാപ്പ് വെക്ക്, നോക്ക്. വേണ്ടാന്ന്. എന്തോ വിചാരിച്ച സാധനം തന്നെ കിട്ടണം വേദുവിന്. വേദു എന്തെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. എന്താ വേണ്ടേ? എല്ലാം ബാസ്കറ്റിനകത്ത് സ്വന്തമായിട്ട് കൊണ്ടുപോകും. അത് വേണ്ട, അവൻ ഡ്രസ്സാന്ന് വെച്ചാൽ ഡ്രസ്സല്ല വേദു. അത് ഓക്കെ, അത് മാത്രം മതി. അമ്മയ്ക്ക് അത് ഡൺ. അമ്മയ്ക്ക് അത് ഡൺ. എന്ത്? അത് ഡണ്ടൊന്നും അല്ല. വേദന ഇത് ഡൺ. അമ്മയ്ക്ക് ഇതെന്താവോ? ഇതെന്താ? ഇതാണ് അല്ല, കയ്യിലിടുന്ന, കയ്യില് ബാൻഡ് പോലെ ഇട്ട. കണ്ട, വെറുതെ ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാം. ക്യാമറ ഓണാന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും പറയണം നമ്മള്. കണ്ടോ വേദു? ഇതൊക്കെ അമ്മയുടെ നോക്ക്. കയ്യില്. അത് വേണ്ട, അത് ബിബ്ബ. അതൊക്കെ കഴിയും ആ പ്രായമൊക്കെ. അത് മതിയെന്ന് തോന്നുന്നല്ലേ? അത് ഊരി കളയുന്നുണ്ട്. അയൺമാൻ ഒന്നും വേണ്ട വേദു. എല്ലാം എടുത്തോണ്ട് പോകുന്നു പ്രിയ. കണ്ടിട്ടേ വേദു എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എല്ലാം എടുത്ത് കൈ. ഒന്നും വേണ്ട, സൂപ്പർമാൻ ഒന്നും ഇല്ല. ഇതെന്താ ഇത്? ഇത് വെറും ടോയാ. അയൺമാൻ ഉണ്ട്, സ്പൈഡർമാൻ. ഇത് മതിയെന്നാ. ഇനി സൂപ്പർമാൻ വേണം. ഇല്ല, സ്പൈഡർമാൻ നോക്ക് ഇവിടെ. സൂപ്പർമാൻ ഒന്നും ഇല്ല വേദു. ഇതെല്ലാം മാർവലിന്റെ അല്ലേ? സൂപ്പർമാൻ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അവന് മനസ്സിലാവും. അത് രണ്ട് അമ്മനെ എല്ലാം മനസ്സിലാവും. ഭയങ്കര ബുദ്ധിയാ ഈ കാര്യത്തില്. കണ്ട, ഇതാണ് ഡാഡി വേദുവിന്റെ കുഴപ്പം. കണ്ട, നല്ല നല്ല സാധനങ്ങൾ നമ്മളെടുത്ത്, ബാഗ് വരെ ടോയ്സ് ഒന്നും വേണ്ട. അവൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനം നോക്കിയേ. കപ്പ് മാറ്റ്, സ്പൈഡർമാന്റെ മാറ്റ്.
ഇനി അതെങ്കിൽ അത് പോ, ഇനി ഇവിടെ നിന്നാ പിന്നെ പ്രശ്നമാവും. പ്രിയ എവിടെ നിന്ന് കയറണം, എവിടെ നിന്ന് തുടങ്ങണം? എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഒരു 2-3 ഡ്രസ്സൊക്കെ വാങ്ങാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാ. ഇവിടെ ഡിഫാക്ടോ നല്ല ബ്രാൻഡാ, ഡിഫാക്ടോ നല്ലതാ. അത് നമുക്ക് ആദ്യമേ റിസർവിൽ പോകാം, കാരണം നാട്ടിൽ കാണാത്തൊരു ബ്രാൻഡും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ഇപ്പൊ വന്ന് ആദ്യമേ അത് നോക്കിയാലോ. ഷാർക്ക് പാപ്പം നല്ല ഇതല്ലോ അടി, ഫൗണ്ടൻസ് ഒക്കെ നല്ല ഭംഗിയാ. മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു വെളിയിൽ ചെറുതായിട്ട്, ഭാഗ്യം ഇവിടെ വന്നത്. എന്ത് രസം നോക്ക്. ഷാർക്ക് പാപ്പം ഒന്നും ഇല്ല വേദു, ഷാർക്ക് ഇല്ല. ആ ബേബിക്ക് വേദുവിന്റെ പ്രാം വേണമെന്ന്, ബേബിക്ക് വേദുവിന്റെ പ്രാം വേണമെന്ന്. ആ പാവം വേദു പേടിച്ചു പോയി. നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര ഓവർ സ്മാർട്ടാ, വേറെ ആരെങ്കിലും വന്നു കഴിയുമ്പോ തീർന്നു. ആ ബേബി എല്ലാം ഷെയർ ചെയ്യുന്നു കണ്ടോ. വേദുവിന് എന്നാ പ്രാം കൊടുത്താ, എവിടെ ബെസ്റ്റ് ആളാ, അടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക കണ്ടോ, അതെടുത്ത് ഒളിപ്പിച്ചു വെച്ച് കൂടും അടച്ചു വെച്ച്. സേഫ് ആയല്ലോ, അതെ. ബാക്കി തന്നെ HM ഉണ്ട്, മാളടയ്ക്കും, വേണമെങ്കിൽ വേഗം കയറി. ഞങ്ങൾ ഈ കടയിലൊക്കെ കയറി കാണാനാ. അത് ഞാൻ വേദുവിന് കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അതെന്തൊക്കെ പ്രിയ ഓക്കെ എന്ന് പറയുന്നത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കിഡിലിനായിട്ടുള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ മറ്റേ സൂഡിയോയിൽ നിന്നും ഈവൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നും ഇനി അധികം എടുക്കുന്നില്ല. സാധനം എലർജി ഒന്നും വരുന്നില്ല, പക്ഷെ 1-2 വാഷ് കഴിയുമ്പോഴേക്കും നിരച്ചു വന്നു. പിന്നെ ഇറ്റ്സ് എ ടോട്ടൽ വേസ്റ്റ്, വീട്ടിൽ പോലും ഇടാൻ പറ്റുന്നില്ല. അതിനെക്കാട്ടി ഇപ്പോൾ അത് 10, 200, 300 രൂപ കൊടുത്ത് എക്സ്ട്രാ വാങ്ങിയിട്ട് നല്ല ഡ്രസ്സ് വാങ്ങുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി തൊട്ട് അതാണ് തീരുമാനം. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ എടുത്തുകൊണ്ട് പോകുന്നത്. 1 മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, 1 മിനിറ്റ്. ഞാൻ കുറേ സാധനം വേദുവിന് നോക്കിയിട്ടുണ്ട്. ഇത് സെറ്റാ. ഭയങ്കര ക്ലാസി അല്ലേ? ഓക്കെ, അത് ഒരെണ്ണം. പിന്നെ ഇതൊരു ഷോർട്സ് അല്ല, ഇതൊരു ടീഷർട്ട് മിക്കി മൗസിന്റെ. ഇത് വേറൊരു ഷോർട്സ്. അങ്ങനെ നമുക്ക് വേറെ മാറ്റി ഇടാമല്ലോ. ഇത്ര എടുക്കുന്ന ഡാഡി വേദുവിന് കുറെ കിട്ടി, വേദുവിന് കുറെ ഡ്രസ്സ് കിട്ടി. ആ നല്ല ഓഫറിൽ കിട്ടി. ഇതെന്താ കാണിക്കുന്നത്? പ്രിയ എവിടെ വന്നില്ലേ? ഡാഡി സ്റ്റക്കായി വരുവാ പ്രിയ. നോട്ട് എന്താ ഡാഡി? ഏതോ ഗോൾഡ് ആയിരിക്കില്ല, സിൽവർ വിത്ത് സം ക്രിസ്റ്റൽസും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. പ്യുവർ സിൽവർ ആയിരിക്കും ഇതൊക്കെ. നോക്കുന്നോ ഡാഡി വല്ലോ? മമ്മിക്ക് വാങ്ങ ഡാഡി. മമ്മിക്ക് ഇപ്പൊ ഇടണ്ട, ഓർണമെന്റ്സ് ഒന്നും വേണ്ടാന്ന്. മമ്മിക്ക് ഇതിലേക്ക് പോകാനാണ്, മറ്റേ സന്യാസമൊക്കെ ആ ലൈൻ ആയിട്ടുണ്ട് മമ്മി. അതുകൊണ്ട് നമുക്ക് നല്ലതാ, മമ്മിക്ക് അങ്ങനത്തെ ഒരു ഗിഫ്റ്റും വേണ്ടെന്ന്. പക്ഷെ എന്തോർണം പറഞ്ഞല്ലോ വേണമെന്ന്. ആ സന്യാസിയാണെങ്കിൽ ഹാൻഡ് ബാഗ് അത്യാവശ്യം കേട്ടാ. ഡാഡി ഇത് കണ്ട ഡാഡി, ചെടികൾ തൂക്കിയിട്ടിരിക്കുന്നത്. അയ്യോ എന്താ വേദു? ആ എന്താ വേദു? ഓ അപ്പ അമ്മ ഇരിക്കുവാണോ? അതെ, ചെടി എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഒരു ഹാങ്ങിങ് ഗാർഡന്റെ ഫീല്. ആ ലൈറ്റ് നമ്മൾ എവിടെ കണ്ടില്ല പ്രിയ? മങ്കി ലൈറ്റ് പിടിച്ചിരിക്കുന്നത് എവിടെ? അല്ലല്ല, ആ ചേച്ചിയുടെ അവിടുത്തെ നമുക്ക് റൂം വന്നപ്പോ അങ്ങനത്തെ മങ്കിയുടെ ലൈറ്റ് ആയിരുന്നു. റഷ്യയിലോ? അല്ല, നമ്മുടെ കേരളത്തിലെ അന്തുവിന്റെ കസിൻ. മനസ്സിലായി. നോവാസ് നെസ്റ്റില് അതെ അതെ. അല്ല ഇവിടെ നമ്മൾ ഏതോ ഇലക്ട്രോണിക് ഷോപ്പിൽ കണ്ടു മങ്കി ലൈറ്റ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മള് ആദ്യമായിട്ട് കാണുന്ന അവിടെയാ. അത് മങ്കി കണ്ട മങ്കി കിടന്ന് ആടുന്നത്. നല്ല ലൈറ്റിംഗ് റൂം സെറ്റ് ചെയ്യുമ്പോഴേ റൂം സെറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ നല്ല രസമുണ്ട്. എന്തൊക്കെ ഐഡിയാസ്. റൂം ഫുൾ ജംഗിൾ സെറ്റ്. ജംഗിള് മതി. ഇറങ്ങി ജംഗിളിന്റെ ഇടയിൽ ഒരു സ്പൈഡർമാൻ. അതെ, അതാണ് വേദു. പ്രിയ സാറയെ പിന്നെ കണ്ട എന്താ നമ്മളെ പരിപാടി എന്നറിയോ?
നമ്മൾ സാറയിൽ കയറും, ഓഫേഴ്സ് ഉള്ളത് നോക്കും. കാരണം ഓരോ സാറയിൽ വേറെ വേറെ സാധനങ്ങളായിരിക്കുമല്ലോ ലാസ്റ്റ് ഓഫറിൽ കിടക്കുന്നത്. അതിൽ ഓരോന്നുള്ളത് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് വരും. അല്ലാതെ നമ്മൾ സാറയിൽ കയറി എല്ലാം വാങ്ങുമെന്ന് അതല്ല. നമ്മൾ എന്താണെന്നറിയോ, ഈ ഓരോ സാറയിലും ഓരോരോ ഷോപ്സിലും ഓരോരോ സാധനങ്ങളായിരിക്കും ഓഫർ. അപ്പോൾ ഏറ്റവും ഓഫറുള്ള സാധനം ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ വാങ്ങും. അങ്ങനെയാണ് പ്രിയയ്ക്ക് ബ്ലൂ സ്വെറ്ററൊക്കെ കിടിലൻ ഓഫർ കിട്ടിയില്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടുത്തെ സാറയിൽ എന്താ ഓഫർ എന്ന് നോക്കാം. അപ്പോൾ പ്രിയ ലേഡീസിൽ പോയിക്കാൻ, ഞാൻ മെൻസിൽ പോവാം. എന്താ കിട്ടുന്നതെന്ന് അവസാനം കാണാം. എനിക്ക് സാറാ മെന്നിന്ന് ഒന്നും കിട്ടിയില്ല കേട്ടോ. ആസ് യൂഷ്വൽ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. കാരണം ഇവിടെ പുൾ ആൻഡ് ബെയർ ഉണ്ട്. അവിടെ ചിലപ്പോൾ ഓഫർ 70% എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓഫറിന് കിട്ടിയ എന്തെങ്കിലും നല്ല കിട്ടി എന്തായാലും വാങ്ങും. സൈസും കറക്റ്റായി കിട്ടി ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കും. കാരണം എന്തിട്ടാലും ചേരുമല്ലോ. പ്രിയ എനിക്കൊന്നും കിട്ടിയില്ല മെന്നീന്ന്. ഇനി ലേഡീസ് പ്രിയക്ക് കിട്ടുമെന്ന് പോയി നോക്കാം. ഓഫർ ഉള്ളത് മാത്രം കേട്ടോ. അതാണ് നമ്മുടെ പോളിസി, നമ്മുടെ എഗ്രിമെന്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് ഞാനായിട്ട് എടുത്ത്, എനിക്ക് ഓർമ്മയുണ്ട്. ഇതല്ല, ഈ ബ്ലാക്ക് അല്ല, വെളിയിലത്തെ ജാക്കറ്റ് ഞാനാ എടുത്ത്. പ്രിയ അതെ സമയമായി, ഞാൻ അപ്പുറത്തേക്ക് പോവാണ്. യു ട്രൈ ദിസ്. ഇഷ്ടമാണെങ്കിൽ അല്ല കറക്റ്റ് ആണെങ്കിൽ വാങ്ങുക. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാ. വാ ചെയ്തു ഷാഷ എടുക്ക്. ഷാഷ തപ്പിപ്പിടിക്കുമല്ലോ ഓഫർ ഉള്ളത്. ഇത് പക്ഷെ മറ്റേ പറക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ പ്രിയ, പ്രേതത്തിനെ പോലെ ഉണ്ട് കേട്ടോ. വെള്ളയും എനിക്ക് പാൻറ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നല്ല മെറ്റീരിയൽ ആണ്. പോക്കറ്റ് ഉണ്ട്. എന്താ വൈറ്റ് പാൻസ് കിട്ടും. ടോപ്പ് എനിക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റ് അല്ലേ. ആ ഓക്കെ, എന്തായാലും പാൻറ് എടുക്കുന്ന ഉറപ്പാ. ടോപ്പ് എടുക്കുന്ന വലിയൊന്ന് പിന്നെ അറിയാം. അതൊക്കെ ഇടാം. അതെ സമയമില്ല, മോളടയ്ക്കും. വാ തീരുമാനിക്ക്. പ്രിയ കിട്ടിയാ? ഓക്കെ, അതെ സമയം. മറ്റേ വൈറ്റ് പാൻസും ടോപ്പ് എടുത്തോ? ഓക്കെ, അതെ സമയമില്ല. നേരെ അവിടെ നിന്ന് ഇപ്പുറത്ത് പുള്ളൻ വേറെ അങ്ങോട്ട് കയറാം. ഡാഡി ഇപ്പൊ എന്തെങ്കിലും ഒരു സർക്കാസ്റ്റിക് കമന്റ് അടിക്കും. സമയമില്ല, അടയ്ക്കും. എനിക്ക് എന്തെങ്കിലും എടുക്കണ്ടേ? പ്രിയ വാങ്ങിയേ? ഡാഡിയുടെ മനസ്സിൽ എന്താന്നറിയോ, ഇവളിതൊക്കെ എവിടെ കൊണ്ടേ വെക്കും. ഡാഡി നമുക്ക് അടുത്ത ട്രിപ്പ് ഇനി 40 ദിവസം കാണും. 40 ദിവസം 40 ഡ്രസ് ഇടണ്ടേ? പിന്നെ അത് ഡാഡിയും വാങ്ങണം. ഡാഡിക്കൊക്കെ വാങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. വാ, ഇനി സമയമില്ല. നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാം. ഫുൾ ആൻഡ് ഫെയറിൽ ഓഫർ ഉണ്ട്. വാ പ്രിയ, എനിക്ക് എന്തെങ്കിലും നോക്കട്ടെ. വാ, ഇത് കൊള്ളാലോ. വാനിലാണ് ഇവിടെ ഷൂസ് വെച്ചിരിക്കുന്നത്. കണ്ട, വാനില പ്രിയ ഇവിടെ ഷൂസ് ഒക്കെ വെച്ചിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ അല്ലേ. ഇതേ നേരെ ഓഫർ അവിടെയാണ്. അങ്ങോട്ട് പോവാം. ഇവിടെ ഓഫർ ഉള്ളതില് ബ്ലാക്ക് വേണ്ട. ഇത് കൊള്ളാലോ പ്രിയ, വൈറ്റ്. നോ ഇറ്റ്സ് കോട്ടൺ. ട്രാൻസ്പാരന്റ് വരെയാ. സൈസ് ഒക്കെ കറക്റ്റ്. എടുത്തോ? എന്റെ കഴിഞ്ഞു, ഷോപ്പിംഗ് കഴിഞ്ഞു. ഓഫർ സൈസ് കറക്റ്റ് റെഡി. അപ്പൊ ബാക്കിയൊന്നും. വേദന എന്താ വേണം? ബലൂൺ കൊടുക്ക. അയ്യേ വല്ലാതെ ഇരിക്കുന്നു, നരച്ച തുണി പോലെ ഇരിക്കുന്നു. വേണ്ട പ്രിയ, ഐ ലൈക്ക് ഓൺലി കളർഫുൾ അല്ലെങ്കിൽ പ്ലെയിൻ ബ്രൈറ്റ്. അതെ, പ്രിയക്ക് ഞാൻ എല്ലാം നരച്ചതിടണമെന്നാണ്. പക്ഷെ എനിക്കെല്ലാം ബ്രൈറ്റ് ആണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല നരച്ച കളേഴ്സ്. എനിക്ക് ഇഷ്ടമല്ല. അത് ഇതുകൊണ്ട് ബില്ലി. വേറെ ഒന്നും അങ്ങനെ കാണുന്നില്ല. സമയമില്ല, ഇനി അടുത്ത കടയിൽ പോണം. വേദം അവിടെ ഉണ്ട് ബാക്കിൽ. പ്രിയ ദേ എന്റെ റെഡി. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. വാ ഇനി അടുത്ത സ്ഥലത്തേക്ക്. കോമ്പറ്റീഷനോ? ഇതിൽ ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും നമ്മൾ ഷോപ്പ് ചെയ്യണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ പോലെ ഉണ്ട്. ഇത് വൈറ്റാ? ഓ ഡാഡി, അത് അറിയാതെ കേട്ടാ. അത് കോയിൻസിഡൻസാ. അത് മനപ്പുറത്താ. ഇനിപ്പാ ഡാഡി ഇതില് വൈറ്റ് എടുക്കാത്ത ആളാട്ടോ. അതെ, ഇപ്പൊ ഈ ഇടയ്ക്കാണ് വൈറ്റ് എടുത്തത്. അത് ഓഫർ ഉള്ളതെല്ലാം വൈറ്റാ. ഞാൻ എന്ത് ചെയ്യാനാ? നേരത്തെ ഒരു വൈറ്റ് എടുത്ത് ഓർമ്മയുണ്ടോ സാറേന്നാ? ഒന്നും ഓർമ്മയില്ല. കൊറേ അതെ, അത് ഓഫറായിരുന്നു. ദില്ലുന്റെ വിചാരം വൈറ്റ് ദില്ലുന് ചേരില്ല എന്നാ. പക്ഷെ എത്ര പേരെ പറഞ്ഞെന്നറിയോ അത് ഇട്ടപ്പോ നന്നായിണ്ട്. അപ്പൊ ഇതും കൂടെ ഇട്ടിട്ട് അഭിപ്രായം വേറൊരു വൈറ്റ് ഡോഗ്. എല്ലാം വൈറ്റ് എന്ന്. കോയിൻസിഡൻസ് ആണ്. ഡാഡി പ്രിയ ഇവിടെ ഞാൻ വേഗം വന്നു. പ്രിയ ഓടി കേട്ടോ, വേറെ എന്തോ തപ്പാൻ. അതെ, ഡാഡിക്ക് ഒരെണ്ണം കണ്ടു. ഡാഡിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്താലോ? ഈ കളറ് നല്ലതല്ലേ?
ഡാഡിക്ക് ഇല്ലാത്തതാ. ഒന്ന് എടുക്കാം. ബില്ലിംഗ് നോക്ക്, ഭയങ്കര ക്യൂ. ഇവിടെ ഭയങ്കര തിരക്ക്, സാറേനെ കാട്ടി തിരക്ക്. അപ്പുറത്തും ഉണ്ടാവില്ലേ? ഇല്ല, അത് ഇവിടുന്ന് പോകുന്നതാ. ക്യൂവിൽ നിന്നോ, അടുത്ത കടയിൽ പോണം പറയാ. ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ഈ റഷ്യയിൽ പോയത് തുണി വാങ്ങാനോ? അല്ല, എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി നന്നായി ഡ്രസ്സ് ചെയ്താലേ വ്ളോഗ് ഒരു നന്നായി ലൈവ്ലി കളർഫുൾ ആയിട്ടൊക്കെ വരുള്ളൂ. നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം. ഇട്ട സാധനം തന്നെ അധികം ഇടാൻ പറ്റില്ലല്ലോ. ടു ബി ഓണസ്റ്റ്, ഇത്രയും സെയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, കാര്യമായിട്ട് പറയട്ടെ, നാട്ടിലത്തെ മാക്സ് വിത്തൗട്ട് സെയിൽ എങ്ങനെയാ, അത്രേ ഉള്ളൂ. ഇവിടെ സാരയിലും H&Mലൊക്കെ വിത്ത് സെയിൽ അല്ലേ, അത്രേ ഉള്ളൂ. ക്വാളിറ്റി, പാറ്റേൺ, കളക്ഷൻസ്, എവറിത്തിങ് ഇസ് മച്ച് മോർ ബെറ്റർ. അല്ലാതെ നമ്മൾ അതുകൊണ്ടാണ് സെയിലില്ലെങ്കിൽ ആരും വരത്തില്ല. നമ്മൾ ഒറ്റ സാധനം വാങ്ങത്തുമില്ല. ഫോർ എക്സാമ്പിൾ, ചില സാധനമൊക്കെ അവിടെ കണ്ട 39 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 90 rupees ഒക്കെ ഉള്ളൂ. ഇവിടെ ചെറിയ സ്കേർട്സ് 99. ഇവിടെ കിഡ്സിന് ഇല്ല. ഇതൊക്കെ വലിയ ആൾക്കാർ ഇടുന്ന കൊച്ചു സ്കേർട്ടാ, കുട്ടികളുടെ സ്കേർട്ട് അല്ല. പറയാ, ഇത് ഡാഡിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് പറ, ഇത് എന്റെയാന്ന് പറ. അപ്പൊ എന്താ ഒപ്പീനിയൻ, ട്രൂ ഒപ്പീനിയൻ അറിയാലോ. അല്ല, അങ്ങനെ പറയില്ല. എന്റെയാന്ന് പറയുമ്പോൾ ചിലപ്പോ പറയും കൊള്ളില്ലാന്ന് പറയും. ഡാഡിക്കാന്ന് പറയുമ്പോ ചിലപ്പോ ഡാഡിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയും. നീ ഇപ്പൊ ഡാഡിക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇടാലോ. നോക്കാം. അടിപൊളി ഷർട്ട് കിട്ടി, നോക്കിക്കേ. എങ്ങനെയുണ്ട് ഷർട്ട്? നൈസ് നോ? നല്ല കളറാണോ? ഫിറ്റ് ആവില്ലേ? ഇത് ഡാഡിക്കാ, എനിക്കല്ല. ഞങ്ങൾക്ക് ഡാഡിക്ക് ഒരു ഗിഫ്റ്റ്. വലുതല്ല, അത് കറക്റ്റ്, അത് എല്ലാം അത് ഡാഡി ഇട്ട് നോക്കിയാൽ മതി. വലുതല്ല, ഇത് നോക്കിക്കോ. അടിപൊളി ഡാഡി. അപ്പൊ എല്ലാവർക്കും ഒരു പർച്ചേസ് ആയി അല്ലേ? എനിക്കായി, പ്രിയക്കായി, അതെ. അപ്പൊ ഹാപ്പി. മമ്മിക്ക് മാത്രം കിട്ടിയില്ല. മമ്മിക്കും നോക്കണം, അമ്മയ്ക്ക് നോക്കണം. അമ്മ ഒരു ഷൂസ് എന്താ എന്നോട് പറഞ്ഞത്, നോക്കാം. മമ്മിക്ക് ബാഗും അമ്മയ്ക്ക് ഒരു ഫ്രണ്ട് കവർ, ബാക്ക് ഓപ്പൺ ഷൂ അല്ലേ? അമ്മ അങ്ങനെയാ പറയുന്നത്. അത് ഇത്രയും എവിടെയൊക്കെ 9-10 രാജ്യത്തിൽ പോയ ഷൂസാ പറയാ. എന്റെ ഷൂസിനെ എന്നെ അധിക്ഷേപിക്കല്ലേ? ആ ഷൂസ് കണ്ടാ അറിയാമേ ഏതൊക്കെ രാജ്യത്തില് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അതും ഒന്നും വേണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വർക്ക്ഔട്ട് എത്ര ജിം കണ്ടിട്ടുണ്ട്. ഇത് കഷ്ടപ്പെട്ട് നമുക്കൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം ഷൂസ് അല്ലേ? അതെ, ഇത്രയും രാജ്യങ്ങളിൽ കറങ്ങിയ ഷൂസ്. പക്ഷെ ദിലുവിന് ഒരു കാര്യമുണ്ട്, ഒരു ഷൂസ് വാങ്ങി അത് 3 വർഷമെങ്കിലും ഉപയോഗിക്കും. അതും ഡെയിലി യൂസ്. കളയണ വരെ, ഞാനും അങ്ങനെ തന്നെയാണ്. അത് കളയണ വരെ കീറിയാലും ഉപയോഗിക്കും, അടുത്തത് കിട്ടണ വരെ അല്ലേ? യൂറോപ്പിൽ നിന്ന് വാങ്ങിച്ച സ്കെച്ചേഴ്സ് എങ്ങനെയോ കളഞ്ഞു പോയി. അതുകൊണ്ട് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അത് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞാനത്, അല്ലെങ്കിൽ സിംബയ്ക്ക് ഇട്ട് കൊടുത്താനെ. സിംബ കടിച്ച് കീറി ഞാൻ പറഞ്ഞാനെ. നിങ്ങൾ തന്നെ പറ, ഈ ചെരുപ്പില് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ഭംഗിന്ന്? പക്ഷേ ഈ വൈറ്റ് ബ്ലാക്ക് ആയാലും അധികം വേണ്ട കേട്ടാ. അത് വേണ്ട, പക്ഷെ എത്രയൊക്കെ വൈറ്റ് അഴുക്കായാലും ആ ബ്ലാക്കിന്റെ രൂപം നോക്കിയേ. ഭയങ്കര ഇഷ്ടമാട്ടോ ചെരുപ്പ് ചവിട്ടാൻ. എന്റെ ഈ ചെരുപ്പ് ഈ കോലം ആയത് വാഷബിളും കൂടിയാണ്. സൈസ് കറക്റ്റ് ആട്ടാ. അത് മാത്രമല്ല, അത് അഴുക്കായാലും ആ രൂപം ആവൂല എന്തായാലും. അല്ല, ഇത് നന്നായി വാഷ് ചെയ്യാം. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഫോമാണ്. അപ്പൊ ഒരുപാട് നടക്കാനും പറ്റും. ഇതെടുക്കാം അല്ലേ? എനിക്ക് ഇത്രയും വൈറ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വാഷബിൾ മഴയത്ത് അതെ, ഡ്രെയിനിങ് ഫീച്ചർ ഒക്കെ ഉണ്ട്. കംഫർട്ട് ഫില്ലർ, അതാ നമുക്ക് എല്ലായിടത്തും ചൂടത്തിട്ട് നടക്കണ്ടേ. Okay. You have 50% offer. എടുക്കാം. നമ്മുടെ നാട്ടിലെ സ്കെച്ചേഴ്സിലൊന്നും കിട്ടില്ല. ഇല്ല, ഇങ്ങനത്തെ കിട്ടില്ല. ആകെ കൂടെ കിട്ടിയത് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ക്രോക്സ് എനിക്ക് അത്രയും കംഫർട്ട് ആയിട്ട് തോന്നില്ല. വേദനൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി കേട്ടാ, ആ വൈറ്റ് വാങ്ങി ഇട്ടോ. ഓക്കെ, ഇനി തിരിക്ക്. അല്ല, അത് കറക്റ്റാ. തിരിക്ക് വേദു. അങ്ങനെയല്ലേ? ഇവിടെ നോക്ക്, വന്നു. എവിടെ വന്നില്ലേ വേദു? അതെ, ചേട്ടൻ എടുത്തു തരും. ഒന്നും കൂടെ തിരിക്കാൻ. താങ്ക് യു പറ. ഒരേ ഉള്ളു. അല്ല, അത് കളിക്കാനാ. ഡാഡിനെ കാണിക്കാം. അത് ഇടാനല്ല, അത് ബോൾ. അത് വേദുവിന്റെ ഗിഫ്റ്റാ. നിങ്ങളെന്താ ഹ്യൂമോ ബോസിന്റെ അടുത്തൊക്കെ കേറിയ?
ഹ്യൂഗോ ബോസ് അവിടെ അത്രയും വേണ്ട കേട്ടാ. അതെ, ഇത് അകത്തേക്ക് പോയി. ഓ, അവന് ടെൻഷൻ കാരണമേ അവൻ അകത്തോട്ട് അയ്യോ വേറായോ കിട്ടിയ ബാഡാടി ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്, എന്നിട്ട് ഫുഡ് കഴിക്കാം. നമ്മളെ നമുക്ക് നോർത്ത് ഫേസിൽ പോണ്ടേ? എന്തിനാ? അല്ല ഇനി മുന്നോട്ടേക്ക് തണുപ്പ് എത്തല്ല, എക്സ്ട്രീം തണുപ്പ് പോകുന്നത്. നോർത്ത് ഫേസിൽ പോകുമ്പോ എന്തിനാന്ന് നോക്കുമ്പോ ഇനി അടുത്ത യാത്ര എന്ന് പറയാം. അപ്പൊ എല്ലാരും ഗസ് ചെയ്യും എങ്ങോട്ടേക്കാ. ഇത് നോർത്ത് ഫേസ് ആണ്. പ്ലാൻ ചെയ്യുന്നില്ലേ? ഉണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഈ നോർത്ത് ഫേസ് ആണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ ജാക്കറ്റ് നോർത്ത് ഫേസ് ആണ്. എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം പർച്ചേസ് ആണ്. വിന്റർ വെയറിന് അത്രയും ഡ്യൂറബിൾ ആണ്, ഈവൻ ഫോർ ഹൈക്കിംഗ് ട്രെക്കിംഗ് ആൻഡ് ഓൾ. പ്രിയ ഇവിടെ മിക്കവാറും മോള് പൂട്ടിയിട്ട് ഇറങ്ങുള്ളൂ. പിന്നെയും കിട്ടി പ്രിയ, എനിക്ക് ഓഫറിലുള്ള കുറേ കിട്ടി. ഭയങ്കര ഇഷ്ടമായി ആയില്ലേ? പക്ഷെ അതൊരു പ്രശ്നമുണ്ട്, നാട്ടിൽ പോയി ഒന്ന് കുറച്ച് 4 കിലോ കുറഞ്ഞാൽ അത് ഇടാൻ പറ്റും. സാരല്ല, ഇത് ഇടാൻ വേണ്ടി കുറയണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. അല്ല എന്തായാലും കുറയല്ല, എന്നാലും അടുത്ത ട്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിറ്റ്നസ് ഇല്ലാതൊന്നുമില്ല. മഞ്ഞ എടുത്തു, വെരി നൈസ്. ഓക്കെ. വേദ ഒളിഞ്ഞു നോക്കുന്നു ഡാഡി ഡ്രസ് വെറുതെ. വേദ വാട്ട് ആർ യു ഡൂയിങ്? അത് അപ്പയ്ക്കിതാ, അപ്പയുടെ ഡ്രസ് അപ്പയ്ക്കിതാ. വേദു ഭയങ്കര നോട്ടി കേട്ടോ വേദു. അടിപൊളിയാ ഡാഡി, ഒരു പ്രോപ്പർ പാർട്ടി വെയർ പോലെ ഉണ്ട്. എടുക്കാമല്ലോ, ഇതും എടുക്കാം. ഓക്കെ, ഇതെടുക്കാം ഡാഡി. അപ്പൊ എല്ലാരും ഹാപ്പി ആണല്ലോ. വാ നമുക്ക് ഇറങ്ങാം. സൂപ്പർ ആയിട്ട് ശരിയോ? സൂപ്പർ ആയിട്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് എടുത്തതാ ദില്ലു, ഈ കളർ. പക്ഷെ നല്ല കളർ ദില്ലുവിന് നന്നായി ചേരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പ്രാമിലിഞ്ഞ് വെക്കാൻ സ്ഥലമില്ല, എല്ലാവരും ഹാപ്പി. ഇന്നിപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി വ്ളോഗായിരുന്നു. പ്രിയ എന്നാലും ഇറങ്ങിയിട്ടില്ല കേട്ടോ, കട അടയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ. പ്രിയ ക്ലോസിങ് ആയി കേട്ടോ, ക്ലോസിങ് ആയ ക്ലോസ് ചെയ്തു. ക്ലോസിങ് അല്ല, ക്ലോസ് ചെയ്തു. പ്രിയ അടയ്ക്കുവാണ്, ഞാൻ പോവാണ് വെളിയിലേക്ക്. അയ്യോ വെയിറ്റ്, ഇനി വെക്കാൻ സ്ഥലമില്ല പ്രിയ. ആൾക്കാർ വിചാരിക്കും എന്താ നിങ്ങൾ ഭാര്യയും ഭർത്താവും മത്സരമാണോന്ന്. എങ്ങനെ വാങ്ങാതിരിക്കും? നിങ്ങൾ തന്നെ നോക്കുക, നമ്മൾ പ്രൈസ് ഒന്നും എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലത്തെ 270 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ബാ വേഗം എടുക്ക്, ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഇത്രയും ഷോപ്പ് ചെയ്തില്ലേ, അന്നങ്ങാടി എക്സ്പെൻസീവ് ആണ് ഇവിടുന്ന് ടാക്സിയിലേക്ക് നമ്മുടെ റൂം വരെ പോകാൻ. സോ മെട്രോ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പോകണം. ഓക്കെ, അങ്ങനെ കറക്റ്റ് ടൈമിന് ബില്ലും ചെയ്തു പ്രിയ. എടുത്ത സാധനം കൺഫ്യൂഷൻ ആയോ? അവരോട് പറ സൈസ് മാറ്റുവാന്ന്. സൈസ് വരെ കൺഫ്യൂഷൻ ലാസ്റ്റ് മൂമെന്റിൽ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കഴിച്ചാൽ മതി, ടയേർഡായിപ്പോയി. ഹാപ്പി ആയില്ലേ പ്രിയ? ഡാഡി ഹാപ്പി അല്ലേ? ഞാനും ഭയങ്കര ഹാപ്പി. എന്റെ വിഷമേ ഇങ്ങനെ ഷോപ്പ് ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റണ്ടേ? ഇല്ല, അത് നമുക്ക് പറ്റില്ല. ഞാൻ എക്സ്ട്രാ വെയിറ്റ് ബുക്ക് ചെയ്തു ഇവിടുന്ന്. അത് ഇവിടുന്ന് ബുക്ക് ചെയ്തോ? ഇവിടുന്ന് ഞങ്ങൾക്ക് എക്സ്ട്രാ എല്ലാവർക്കും കൂടെ 10 കിലോ ഉണ്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടം വരെ വന്നു. മോളൊന്നും നിങ്ങൾ അധികം കണ്ടു കാണില്ല, പക്ഷേ ഏകദേശം എല്ലാ മോൾസും ഒന്നാണ്. പക്ഷെ ഇത് നല്ലൊരു വലിയ മോളാണ്, ഒറ്റ ഫ്ലോറാണ്. അതാണ് എൻ്റെ പ്രത്യേകത അല്ലേ, ഒറ്റ ഫ്ലോറാണ് എല്ലാം കിടക്കുന്നത് ഇതുപോലെ. അതുകൊണ്ടാണ് ഇത്ര വേഗം ഷോപ്പ് ചെയ്യാൻ പറ്റിയത്. പോവില്ലായിരുന്നു, ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു വേണ്ട ഷോപ്പ് അടുത്തടുത്തു അല്ലേ. സാറ, H&M, റിസർവ്ഡ്, സ്കെച്ചേഴ്സ് എല്ലാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം, ടയേർഡ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. വേദു ഫോൺ അടിച്ചല്ലേ, വേദുവിന് കുറേ കിട്ടി. നാട്ടിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ഈ ട്രിപ്പിൽ വാങ്ങിയ ഹോൾ കാണിക്കണം. നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു പൊട്ടത്തൊന്നുമില്ല, അങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കില്ലേ. അതുമാത്രമല്ല, നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഓരോ സാധനം വാങ്ങിയത് കാണിക്കുക മാത്രമല്ല, എൻ്റെ മെമ്മറിയും പറയും. അപ്പോൾ ഒരു നല്ലൊരു നോസ്റ്റാൾജി ആയിരിക്കുമല്ലോ. അതൊന്നും ഇപ്പൊ പറയുന്നില്ല, നമ്മൾ ലാസ്റ്റ് പറയാം നാട്ടിലെത്തിയിട്ട്. ഓക്കെ, അപ്പോൾ ബൈ.